വിദ്യാഭ്യാസ ആരോഗ്യ തൊഴിൽ മേഖലയ്ക്ക് മുൻഗണന നൽകി ഈ വർഷത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 2 മുതൽ 15 വരെ നടത്തും. പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ചു. എല്ലാ മനുഷ്യരെയും ചേർത്തുപിടിച്ചുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്നതാണ് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷങ്ങൾ പിന്നിട്ടു. ഭരണഘടന നിലവിൽ വന്ന് 3/4 നൂറ്റാണ്ടും പിന്നിട്ടു. പ്രതീക്ഷിച്ച നിലയിൽ പാർശ്വവൽക്കൃത വിഭാഗങ്ങളുടെ ഉന്നമനം കൈവരിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല. ഇത് നാം പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ രാജ്യത്താകെ പാർശ്വവൽക്കൃത വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ദേശീയ തലത്തിൽ 25.6% പട്ടികവർഗ വിഭാഗക്കാർ. ബജറ്റിൻ്റെ 6.3% മാത്രമാണ് കേന്ദ്ര സർക്കാർ നീക്കിവെക്കുന്നത്. 25.6% ഉള്ളപ്പോൾ ബജറ്റിൽ നീക്കിവെക്കുന്നത് 5.3% മാത്രം. ഇവിടെയാണ് വേറിട്ട് നിൽക്കുന്ന കേരളത്തെ കാണാൻ കഴിയുന്നത്. കേരള ജനസംഖ്യയുടെ 9.1% പട്ടികജാതിക്കാർ, 1.45% പട്ടികവർഗക്കാർ. പട്ടികജാതി പട്ടികവർഗ വികസന പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു അധ്യക്ഷത വഹിച്ചു. വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. E ചന്ദ്രശേഖരൻ MLA സ്വാഗതവും ജില്ലാ കളക്ടർ K ഇമ്പശേഖർ IAS നന്ദിയും പറഞ്ഞു. വകുപ്പ് സെക്രട്ടറി ഡോക്ടർ A കൗശികൻ IAS റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA-മാരായ M രാജഗോപാലൻ, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജി മാത്യു, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുബണ്ണ ആഴ്വ, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് IAS, പിന്നോക്ക ക്ഷേമ വകുപ്പ് ഡയറക്ടർ മിഷാൽ സാഗർ IAS, കിർട്ടാട്സ് ഡയറക്ടർ ബിന്ദു S എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.